ഹലോ ഗായ്സ്, ഇന്ന് ഡെയിം ലൈഫും അതുപോലെ തന്നെ ലഞ്ചും അങ്ങനെയൊന്നുമല്ല. ഇന്ന് നമ്മൊരു ക്രോഷയുടെ വർക്ക് നോക്കാം കേട്ടോ. ആക്ച്വലി എനിക്കിതിൻ്റെ ഒരു ABCD ഒന്നും കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അനിയത്തിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ക്രോഷയുടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്ന ലാവൻഡർ ഉണ്ടാക്കാനാണ് കരുതുന്നത് കേട്ടോ. അപ്പോൾ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു നൂലെടുത്തിട്ടുണ്ട്, യാൺ എടുത്തിട്ടുണ്ട്. യാൺ എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. 3.0 mm ആയിട്ടുള്ള എന്താണ് ഹുക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഈ സിപ്പ് നോട്ട് ഇടുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. സിമ്പിളായിട്ട് നമുക്കിങ്ങനെ സിപ്പ് നോട്ട് ഇടാം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ഊരാൻ കൊടുക്കില്ലേ, അതിടുന്നതാണ്. ഞാൻ അങ്ങനെ ഇടാറ്. എനിക്ക് ഈ സംഭവം കൊണ്ടൊന്നും എനിക്ക് സിപ്പ് നോട്ട് ഇടാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കാണിക്കുന്ന പോലെ ചെയ്ത് നോക്കുക, സിപ്പ് നോട്ട് ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് സിപ്പ് നോട്ട് ഇടുന്നത് കാണുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. സിപ്പ് നോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. അതായത് 4 ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ കാണിക്കുന്ന പോലെ യാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഞാനിത് ആക്ച്വലി ചെയ്ത് നോക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇനി ഞാൻ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. അവൾക്ക് സിപ്പ് നോട്ട് ഇടുന്ന പറഞ്ഞു തന്നു, ചെയിൻ സ്റ്റിച്ചും ഏകദേശം പറഞ്ഞു തന്നു. വേറെ ഒന്നും ഞാനിത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. കണ്ടോ, 4 ചെയിൻ സ്റ്റിച്ചാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് മൂന്നാമത്തെ ചെയിൻ സ്റ്റിച്ചിൽ നിന്ന്, അതായത് 3 എണ്ണിയിട്ട് അത് മൂന്നാമത്തെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് എന്താണ് സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്യുക. അതായത് എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടേ നിങ്ങൾ വീഡിയോയിൽ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. എന്നാലും ഞാൻ പറയാം, എനിക്കറിയാവുന്ന പോലെ ഞാൻ പറയാം കേട്ടോ. അതായത് 3ാമത്തെയും 4ാമത്തെയും ചെയിൻ സ്റ്റിച്ചിൽ നിന്ന് 2 സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക കേട്ടോ. അതായത് 3ാമതൊന്നും 4ാമതൊന്നുമായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. എനിക്കിത് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് വല്ലാതെ അറിയാത്തതുകൊണ്ടേ കട്ട് ചെയ്ത് അനിയത്തിനോട് ചോദിച്ച്, എനിക്കാണെങ്കിൽ ഇതിൻ്റെ ടേംസും കാര്യങ്ങളൊന്നും അറിയില്ല. അവൾ പറയുന്നതിനനുസരിച്ചാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് ഇത് റെക്കോർഡ് ചെയ്യാൻ. അവൾ ചെയ്ത് ടൈമിനേക്കാട്ടിലും എനിക്ക് റെക്കോർഡ് ചെയ്യാവുന്നതിനാണ് ഒന്നുകൂടി ബുദ്ധിമുട്ട് തോന്നിയത്. എനിവേ കുറച്ചുകൂടി ഈസിയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുകയാണ്. അതായത് 4 ചെയിൻ സ്റ്റിച്ച്, ഇനി പിന്നെ 3 എൻഡിന്നും 4ാമത്തേന്നും എന്താ പറയുക ഈ സ്ലിപ്പ് സ്റ്റിച്ചും ഇടാണ് കേട്ടോ. അങ്ങനെ റിപ്പീറ്റ് അടിച്ച് ഒരു സ്റ്റിക്കുമ്മൽ എന്താ പറയുക ചുറ്റാൻ മാത്രം നമ്മൾ കുറച്ച് നീളത്തിലായിട്ട് ചെയ്യാം. കുറച്ച് അധികമായിട്ട് വേണം. നിങ്ങൾക്ക് എൻഡ് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഒരു നീളത്തിൽ നമ്മൾ ചെയ്യുക. നമ്മൾ ഏകദേശം ഒന്ന് ചുറ്റി നോക്കുക, എത്ര വേണ്ടി വരും എന്നുള്ളത് ചുറ്റി നോക്കുക. പകുതി ചെയ്തിട്ടേ കുറച്ച് ലെങ്ത്തിൽ ചെയ്തിട്ട് നമ്മൾ ഏകദേശം ചുറ്റി നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, ഇനി ഇത്രത്തോളം വേണം എന്നുള്ള ഐഡിയ കിട്ടും. അപ്പോൾ അതനുസരിച്ച് പിന്നെയും നമ്മൾ ഈ സെയിം ചെയിൻ സ്റ്റിച്ച് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ കണ്ടോ, ഇതേപോലെ ഇങ്ങനെ വരും. അപ്പോൾ അതേപോലെ ഇങ്ങനെ നീളത്തിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ പോവുക. അപ്പോൾ ചെയിൻ സ്റ്റിച്ചും സ്ലിപ്പ് സ്റ്റിച്ചും ആയിട്ട് ഇങ്ങനെ മാറി ചെയ്ത് ഒരു എന്താ പറയുക ലാവൻഡർ ഫ്ലവർ ആയിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്ന പോലെ ചെയ്ത് പോകുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതിന് ഫൈനൽ ലുക്ക് കൂടി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അനിയത്തി അവൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചെയ്യാറുണ്ട്. എനിക്കൊരു ബാഗ് ഉണ്ടായി തന്നിട്ടുണ്ട് അവൾ. അതുപോലെ തന്നെ കുഞ്ഞിനൊരു ഡ്രസ്സ്, ഷൂ, അങ്ങനെ കാര്യങ്ങളൊക്കെ അവൾ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്ലവേഴ്സ് ആയാലും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവളുടെ ചാനലിൽ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നതും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേദിക എന്നുള്ള ചാനൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി എന്താ വെച്ചാൽ നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. ഞാനിതിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അവളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം, ഇതിലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്താ പറയുക, നിങ്ങൾക്ക് പറഞ്ഞാൽ മതി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞാൽ മതി, എന്താണ് ഫ്ലവർ ആണോ അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതനുസരിച്ച് പറ്റുകയാണെങ്കിൽ നമ്മൾ വീഡിയോസായിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് കണ്ടോ, ഇത് ഇത്രത്തോളം ആയിട്ടുണ്ട്. കണ്ടോ, എനിക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ ഫൈനൽ ലുക്കിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ചെയിൻ സ്റ്റിച്ച് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഏതായാലും നമ്മൾ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതൊരു 2 ഈർക്കൾ കൂട്ടി ഒട്ടിച്ചിട്ട് അത് ഇന്ന് ജസ്റ്റ് ഇത് പേപ്പർ കൊണ്ട് കവർ ചെയ്താണ്. നിങ്ങൾക്ക് അതില്ല, അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വേറെ ഇതിൽ ചെയ്യാം കേട്ടോ. അതായത് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതിനെ ഈ യാൺ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത്, ഒരു പച്ച യാൺ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്താലും മതി. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ പച്ച യാൺ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈർക്കളെടുത്തിട്ട് അതിനെ ഒരു ഗ്രീൻ പേപ്പറായിട്ട് കവർ ചെയ്തൊരു സ്റ്റിക്കാക്കി എടുത്തു. എങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെ ഗ്രീൻ യാൺ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. ഇതിപ്പോൾ ഗ്രീൻ യാൺ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് മാത്രം കേട്ടോ. അപ്പോൾ ഓക്കെ, അതേ കണ്ടോ, ഇത്ര നീളത്തിലാണിത് ഫ്ലവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി 2 അറ്റം കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ യാണിൻ്റെ ഭാഗത്തുനിന്ന്
ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ലൂസാക്കി എടുക്കുക. എന്നിട്ട് ആ ലൂസ് ചെയ്ത ഭാഗത്തിൽ എന്ത് ചെയ്യണം, ഇതാണ്ടാവും, ഇതാണ് ഞാൻ പറഞ്ഞുള്ള സ്റ്റിക്ക്, ആ സ്റ്റിക്ക് അവിടെ വെക്കുക. എന്നിട്ട് അവിടെ ടൈറ്റനാക്കി വെക്കുക. അതായത് ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്, അതായത് നമ്മൾ ഫ്ലവർ ചുറ്റി 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 വരണ്ടേ, അതിൻ്റെ ആ സ്റ്റാർട്ടിങ് പോയിന്റ് ഒന്ന് ടൈറ്റൻ ചെയ്യുകയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ ഒരു പോർഷൻ ഇല്ല, അതായത് ഹുക്കിൻ്റെ പോർഷൻ, ഹുക്ക് അവിടുന്ന് ഊരിയെടുക്കുന്ന ആ പോർഷൻ ഒന്ന് ടൈറ്റൻ ചെയ്തിട്ട് ലൂസാക്കിയിട്ട് ഈ ഒരു സ്റ്റിക്ക് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി അവിടെ ടൈറ്റൻ ആക്കിയിട്ട് നമ്മളിതിൽ ഓരോന്നായിട്ട് ഇങ്ങനെ ആ ഒരു ഫ്ലവറിൻ്റെ രീതിക്ക് നമ്മളിത് ചുറ്റി 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 വരിക. അത് കറക്റ്റ് ചെയ്ത് അപ്പോൾ ഒരു തിരിഞ്ഞും വളഞ്ഞെല്ലാം നിൽക്കുന്നത് അതൊരു ഫ്ലവറിൻ്റെ ഷേപ്പായിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി വരിക. അതിൽ കാണുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചുറ്റിയെടുക്കുക. കണ്ടില്ലേ, വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചുറ്റിയെടുക്കുക. നല്ല വൃത്തിക്കനായിട്ട് ചുറ്റിയാൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ ആ ടൈറ്റ് ചെയ്യുക, ഫസ്റ്റ് ടൈറ്റ് ചെയ്ത് കെട്ടുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ എഡ്ജ് ഭാഗം കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ക്രോഷ്യ ബിഗിനറോ അല്ലാത്ത ഒരാളോ എങ്ങനെയും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈസി ആയിട്ടും നല്ല ഭംഗിയിലും ചെയ്യാൻ പറ്റുന്നൊരു ക്രോഷ്യ വർക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നല്ല, ഇനി ഇത് കുറച്ച് അധികമായിട്ട് ഉണ്ടാക്കും തോറും അതിൻ്റെ ഭംഗി കൂടും കേട്ടോ. ഒരു ഫ്ലവർ വേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു 5-6 ഉണ്ടാക്കുക. സെയിം ഒരു 5-6 കൂടി ഉണ്ടാക്കിയിട്ട് അതിൽ ആ ഒരു ഫ്ലവർ വേസിൽ വെക്കുകയാണെങ്കിൽ അടിപൊളിയാവും കേട്ടോ. ഇത് ഞങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ള ഒരു 1 ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മളൊരു ബുഷസിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പഠിച്ചു കേട്ടോ. ഫൈനൽ ലുക്ക് കൂടി നിങ്ങൾ കാണാം. അപ്പോൾ അത് കണ്ടോ, അതിങ്ങനെ ചുറ്റി എടുത്തപ്പോൾ അത് കണ്ടില്ലേ, നല്ല അടിപൊളി ലാവൻഡറായിട്ട് വന്നിട്ടുണ്ട്, ലാവൻഡർ ഫ്ലവറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര സിമ്പിളായിട്ടാണ് ചെയ്തതല്ലേ. സെയിം ഒരു സ്റ്റിച്ച് തന്നെ ഉള്ളൂ, കുറേ അധികം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ച് അറിയോ സ്ലിപ്പ് സ്റ്റിച്ച് അറിയോ എങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ ഉള്ളൂ. ഇനി അത് അറിയില്ല എന്നുണ്ടെങ്കിലും ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ഗായ്സ്, ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ.